പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്നും നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പോൾ ഉന്നതത്തിൽ നിന്നാണ് നമുക്ക് ജ്ഞാനം ലഭിക്കേണ്ടത്. ഇനി ജ്ഞാനം ലഭിക്കാനുള്ള വഴി എന്താണ്? എങ്ങനെയാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുക? ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് ദൈവിക ജ്ഞാനം ലഭിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11 പരിശുദ്ധാത്മാവ് പറയുന്നു: എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുക, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ദൈവഭക്തിയും ദൈവഭയവുമുള്ളവനാണ് ദൈവവചനങ്ങളിൽ വിശ്വാസം ഉണ്ടാകുകയും അഭിലാഷം അർപ്പിക്കുകയും ചെയ്യുന്നത്. അവന് ജ്ഞാനം ലഭിക്കും. വിശുദ്ധിയുള്ളവർക്ക് ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചു കൊടുക്കും. വിവേകത്തോടെ സംസാരിക്കുവാനും പെരുമാറാനും ഒരു ജ്ഞാനിക്ക് കഴിയും. ജ്ഞാനം 1:4 പരിശുദ്ധാത്മാവ് പറയുന്നു: ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം വസിക്കുകയും ഇല്ല. ഗലാത്യർ 5:16-17 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്: ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ വിവേകത്തോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ജഡികരായി ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. കാരണം ജഡത്തിൻ്റെ വ്യാപാരം എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, ശത്രുത, കലഹം, കോപം, വിദ്വേഷം, മാത്സര്യം, മദ്യപാനം, മധുരോത്സവം തുടങ്ങിയവയാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നാം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരാൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:16-17 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഭൂമിയെ അല്ലെങ്കിൽ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാൻ 14:6 യേശു പറയുന്നു: വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് നമുക്ക് പിതാവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. റോമർ 9:6 തിരുവചനം പറയുന്നു: ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വചനത്തിന് ആശ്രയിക്കുന്നവൻ ജീവിതത്തിൽ വിജയം കണ്ടെത്തും. മത്തായി 22:29 എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. വചനം പാലിക്കുന്നവർക്ക് തെറ്റുപറ്റുകയില്ല. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. എബ്രായർ 4:12 പരിശുദ്ധാത്മാവ് പറയുന്നു: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം
നമ്മെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കും. അത് മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. മനുഷ്യജീവിതത്തിന് അറിവ് പകരുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുദിനം മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.